ഓം പരാശക്തി നമ. കമ്മ്യൂണിസം തകർത്ത് തരിപ്പണമാക്കിയ കൽക്കത്ത. അവിടെ അമൃത സന്ദേശവുമായി എത്തിയ അമ്മ. ഒരിക്കൽ ഒരു ദർശനവേളയിൽ അമ്മ അരുളി, മക്കളെ, പ്രാചീന ഭാരതം ആധ്യാത്മികതയിൽ മാത്രമല്ല ഭൗതിക സമ്പത്തിലും ലോകത്തിൽ ഒന്നാമത് തന്നെയായിരുന്നു. കുറേയെല്ലാം വിദേശത്തു നിന്ന് വന്നവർ കുത്തിക്കവർന്നു കൊണ്ടുപോയി. രാഷ്ട്രത്തെ സേവിക്കാൻ കഴിഞ്ഞാൽ ഇന്നും ഈ നാട് ദരിദ്രമൊന്നുമല്ല. വേണ്ടത്ര സമ്പത്ത് ഇവിടെയുണ്ട്. പക്ഷേ ആത്മാർത്ഥതയുടെ കാര്യത്തിൽ സ്വതന്ത്ര ഭാരതം ദരിദ്രം തന്നെയാണ് മക്കളെ. മക്കൾ പരസ്പരം സഹകരിച്ച് ജീവിക്കണം. നമ്മുടെ മഹനീയമായ സംസ്കാരത്തെ വിലമതിക്കണം. അടിവേരില്ലാത്ത ഒരു മരവും നിലനിൽക്കില്ല. നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ അടിവേര്. ലോകത്തിൻ്റെ നന്മയാണ് എന്നും എന്നും ഭാരതത്തിൻ്റെ ലക്ഷ്യം. അതിനായി മക്കൾ പ്രവർത്തിക്കണം. ലോകത്തിന് ഈ സന്ദേശം എത്തിക്കേണ്ടത് ഭാരതത്തിൻ്റെ നിയോഗമാണ്. നമുക്ക് നമ്മോട് മാത്രമല്ല ഈശ്വരനോടും കടപ്പാടുണ്ട്. ദുരിതം അനുഭവിക്കുന്നവരിൽ കരുണ ചൊരിയുന്നതാണ് ഈശ്വരനോടുള്ള കടപ്പാട് തീർക്കാൻ നാം ചെയ്യേണ്ടത്. സുഖം ഒറ്റയ്ക്ക് അനുഭവിക്കാൻ ആർക്കും അവകാശമില്ല മക്കളെ. അതുപോലെ തന്നെ ദുഃഖം അനുഭവിക്കാനും നാം അത് പങ്കിടണം. നമഃശിവായ. ധർമ്മത്തിൽ ഉറച്ചുനിന്ന് ലോകസേവയിലൂടെ അമ്മയെ സേവിക്കാനും അതുവഴി അമ്മയെ സ്നേഹിക്കാനും നമുക്ക് കഴിയട്ടെ. അതിനായി അമ്മ നമ്മിൽ വിവേകശക്തി ഉണർത്തട്ടെ.